ലഹരി ഉപയോഗത്തിനെതിരെ സംസ്ഥാനത്തൊട്ടാകെ പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ഊർജിതമാക്കുമ്പോഴും മുണ്ടക്കയം മേഖലയിൽ ലഹരി സംഘങ്ങൾ പെരുകുന്നു. സംസ്ഥാന സർക്കാരിന്റെ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും സന്നദ്ധ സംഘടനകളെയും ഉൾപ്പെടുത്തി പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിലും സമീപ പ്രദേശങ്ങളിലും ഫ്ലാഷ് മോബും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ലഹരി സംഘങ്ങളെ പിടിച്ചുകെട്ടുവാൻ കഴിയുന്നില്ല. രാത്രികാലങ്ങളിൽ മുണ്ടക്കയം ടൗണിലും സമീപ പ്രദേശങ്ങളിലും ലഹരി ഉപയോഗത്തെ തുടർന്ന് അക്രമവും അടിപിടിയും പതിവ് സംഭവമായി മാറുകയാണ്. അതുപോലെ മുണ്ടക്കയം ബൈപ്പാസ് മേഖല രാത്രികാലങ്ങളിൽ ലഹരി സംഘങ്ങളുടെ താവള കേന്ദ്രമായി മാറുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. തമിഴ്നാട് അടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ്, MDMA അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നത് പ്രധാനമായും ഇടുക്കി ജില്ലയിലൂടെയാണ്. ഇവരിൽ ഭൂരിഭാഗം സംഘങ്ങളും മുണ്ടക്കയത്ത് എത്തിയതിനു ശേഷമാണ് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം പ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ചെറുതും വലുതുമായ നിരവധി ലഹരി സംഘങ്ങളുമുണ്ട്. സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെയും മയക്കുമരുന്ന് വിതരണക്കാരെയും കേന്ദ്രീകരിച്ചും പ്രത്യേക പരിശോധനകൾ നടത്തിയും പോലീസും എക്സൈസും ലഹരി സംഘങ്ങൾക്കെതിരെ പൊരുതുമ്പോൾ മുണ്ടക്കയത്തിന്റെ പല മേഖലയിലും പാൻ മസാല അടക്കമുള്ള ലഹരി വസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. പാൻ മസാലകൾ ആവശ്യക്കാർക്കും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങളും മേഖലയിൽ സുലഭമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് അടക്കമുള്ളവയുടെ വിതരണവും മേഖലയിൽ സുലഭമായി നടക്കുന്നുണ്ടെന്നും പറയപ്പെടുന്നു. സ്കൂൾ കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ പരിപാടികൾക്ക് ഒപ്പം മേഖലയിൽ തഴച്ചു വളരുന്ന ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി കൂടി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ലഹരി സംഘങ്ങളെ അടിച്ചമർത്താനും പ്രദേശത്ത് അടിക്കടി ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളും അടിപിടിയും അപകടങ്ങളും ഒഴിവാക്കുവാൻ കഴിയൂ എന്നും നാട്ടുകാർ പറയുന്നു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.